ാണ് ആ അതായത് ശൈലജ ടീച്ചറും വീണ ജോർജും ഇവിടെ തോൽപ്പിക്കേണ്ട ജന്മങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. ഒരിക്കലുമല്ല. അത് പറയുന്ന ആരാണെങ്കിലും അത് വെറും വിട്ടിത്തമായിരിക്കും അത്. ആ, ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാല് ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഉയർച്ചയിലാണ്. വെള്ളം ഉള്ളിടത്ത് കുഴിച്ചാലല്ലേ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം നന്മ എവിടെയുണ്ടോ അവിടെ അതിന് എതിരെ പ്രവർത്തിക്കാൻ ഒത്തിരി ആൾക്കാർ വരും, ശ്രമിക്കും. അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇവര് തോൽപ്പിക്കേണ്ടവരാണോ ജയിപ്പിക്കേണ്ടവരാണോ എന്നുള്ളതാണ് അത് പറഞ്ഞാൽ ഇതിനെ ജയിപ്പിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ആഗ്രഹം. പിണറായി ഈ 10 കൊല്ലം ഭരിച്ചുകൊണ്ടുള്ള ഇതെല്ലാം നടന്നതും ഇനി നടക്കണേലും പുള്ളി തന്നെ ഭരണത്തിൽ വരണമല്ലോ. ഭരണത്തിൽ LDF തന്നെ വരണം. അവര് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല, നടക്കാൻ പോണില്ല. LDF സർക്കാരിന് അധികാരത്തിന് പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം. ശരി, ആയിക്കോട്ടെ. ഇത് വീണ ജോർജ്, ഇത് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറും വീണ ജോർജും കേരളത്തിൽ എവിടെ നിന്നാലും തോപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് ഫേസ്ബുക്കിൽ കൊടുത്തേക്കുവാണ്. അപ്പോ ഇത്രയും വൃത്തിയിട്ട ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അല്ല, നല്ല ആൾക്കാരാകട്ടോ. നല്ല ആൾക്കാരാണ്. ആശുപത്രി കാര്യങ്ങളെല്ലാം ഇവര് വന്ന പിന്നെ നന്നാവുകയാണോ? അതെ, അടിമല്ല ആശുപത്രിയൊക്കെ കണ്ടില്ലേ, എന്നോ വലുതാ. ഇപ്പൊ അങ്ങോട്ട് ഞാനൊക്കെ ഒറ്റയ്ക്ക് കയറി ചെന്ന് അറിയത്തില്ല ഇതിലൊക്കെ എത്ര പേരോട് ചോദിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് കയറി പോന്നെന്നറിയാമോ. വലിയ കെട്ടിടം. ഞാൻ എപ്പോഴും പറയും ഈ ഇവിടെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ആക്കിയല്ലോ എന്ന്. അതൊക്കെ വലിയ കെട്ടിടമല്ലേ വീണ ജോർജ് വെച്ചത്. എനിക്ക് അതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. ഇന്നാലും അടിമാലി വന്നു, ഞാൻ പോയി ജോസ് കെ മാണി വന്നപ്പോ ഞാൻ പോയി. അന്ന് ഞാൻ ഇതിനെ ഈ ടീച്ചറിനെ കണ്ടു. അപ്പൊ നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാർ വീണ്ടും വന്നു. അവര് തന്നെ വന്നാ മതി. ഞാൻ എപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. വേറെ ആരും ഇവരെ തന്നെ ഞാൻ ജയിപ്പിക്കും. എന്താണ് പറയണായിട്ടാണല്ലോ ഇത് ഭ്രാന്ത് പറയണം. പിണറായി ഇത് ഒരു കാഴ്ചപ്പാട് ഉള്ള, അല്ലാതെ വെറും ഭരണമല്ല. അതിലൊരു ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. അതിന്റെ പ്രതിഫലനം ജനങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും വരും. ആയിക്കോട്ടെ. അതുപോലെ സ്കൂൾ കെട്ടിടങ്ങള് എല്ലാ രംഗത്തും ഇന്ത്യയിലെ ഏറ്റവും നല്ല പുരോഗതിയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഇന്ത്യയിൽ ഇന്ന് എല്ലാ വടക്കേന്ത്യയിലൊക്കെ ഈ കോൺഗ്രസും ഈ BJP ഒക്കെ ഭരിക്കുന്നിടത്ത് ഇതൊക്കെ ഈ പാവങ്ങള് എങ്ങനെ ഇപ്പോഴും ഒരു നൂറ്റാണ്ട് മുൻപ് അവരിപ്പോ പിമ്പായിക്ക് എടുക്കുവാണ്. അതുകൊണ്ട് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം രാഷ്ട്രീയം തന്നെ അതിന് മറുപടിയുള്ളൂ. നമ്മളെ അഭിപ്രായം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി മാറിയ ഇവിടെ എന്നോട് 10 കൊല്ലത്തിന് മുമ്പിലത്തെ അവസ്ഥ അറിയാൻ പറ്റില്ലേ. പിണറായി മാറിയാലല്ലേ പെൻഷൻ കിട്ടൂല, വീട് കിട്ടൂല, ഒന്നുമില്ല. ഇവര് ഈ നക്കാനും തമ്മിലൂടാനല്ലേ UDF ചേർന്നെ. വേറെ ഒന്നും നല്ല പ്രവൃത്തി ചെയ്തതായിട്ട് പറയാമോ? ഇവര് പറയണുണ്ട്. ഞാൻ 10 വർഷമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കണം. 3000 രൂപയുടെ ഗുളി എനിക്ക്. 10 വർഷമായിട്ട് അത് മുടങ്ങാതെ എന്റെ വീട്ടിൽ കിട്ടുന്ന ഈ UDF തരുമോ? തരുമെങ്കിൽ നിങ്ങൾ പറ. ഞാൻ അവർ പറയണമാരൊക്കെ ഇവരെന്നെ കേരളത്തിൽ ചെയ്തേക്കണം. ഈ 10 വർഷം മുമ്പ് കാര്യം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വിജയനും BS ഒക്കെ ഭരിച്ചപ്പോഴാണ് ഇവിടെ എന്തെങ്കിലും നടന്നത്. അല്ലാതെ വേറെ ആരും ഒന്നും ചെയ്തു തരില്ല. കൂടുതലാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. കൂടുതലാണ് 1500 രൂപ കൂടുതൽ കൊടുക്കാൻ പാടില്ല. എല്ലാവരും അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറയാനല്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ അല്ല, ഈ സാധാരണക്കാരുടെ പെൻഷനാണ് ഇതിൽ വന്നത്. മറ്റേതെന്ന് വെച്ചാൽ സർവീസ് പെൻഷനാണ്. അതായത് ജോലി ചെയ്യുന്നോണ്ടിരിക്കുന്ന ആൾക്ക് പിന്നെ പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. 30,000, 40,000, 50,000 അവർക്ക് ശമ്പളം കിട്ടില്ല, ഏറ്റവും ചുരുങ്ങിയത്. എന്നിട്ട് പിന്നെ ഈ പെൻഷൻ ഇങ്ങനെ വാരിക്കോരി കൊടുക്കണതിനാ? അവർക്ക് കൊടുക്കണം, ഒരു മിനിമം കൊടുക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ 10,000, 30,000, 40,000 ഓരോരുത്തർ പെൻഷൻ മേടിക്കണം. സാധാരണക്കാർക്ക് തന്നെ അതുപോലെ തന്നെ ഞങ്ങളും പണി ചെയ്ത്. കൃഷിപ്പണിയാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ അതിന് ഒരു സർക്കാരിന് കിട്ടൂലോ, അതിന്റെ ടാക്സ് ഫീസൊക്കെ ആയിട്ട്. ഞാൻ ചോദിച്ചതാണ്, സാധാരണക്കാർക്ക് അവർക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ
1% ഞങ്ങൾക്ക് കൂട്ടി കിട്ടണം. ആധാർക്കാർക്ക് കിട്ടണം. അതല്ലേ അതിന്റെ ശരി. ശരി. അവർക്ക് എല്ലാ മാസവും കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം കൂട്ടി, ഇപ്പൊ വീണ്ടും കൂട്ടി. അപ്പൊ അതുപോലെ അതുപോലെ ഞങ്ങൾക്ക് കിട്ടണം. കൂടുതൽ കിട്ടണം. കിട്ടണം. അല്ലാണ്ട് അങ്ങനെ ജീവിക്കണം. കൃഷിയൊക്കെ അതിനകത്ത് ഇപ്പം ചേട്ടന്റെ അഭിപ്രായത്തില് LDF വന്നാലാണോ UDF വന്നാലാണോ പെൻഷൻ കിട്ടാൻ? ആരും വരട്ടെ. മൊത്തത്തില് ഞാൻ പറഞ്ഞു, LDF UDF ആരെങ്കിലും ഭരിക്കട്ടെ. അത് അവരുടെ വോട്ടിന്റെ അനുസരിച്ച് അവർ ഈ ഇലക്ഷന്റെ സമയമാണല്ലോ, അതാണ് ചോദിക്കണേ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുമല്ല, അപ്പൊ കഴിഞ്ഞോണം കണ്ടില്ലേ നമ്മള്? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്നും കണ്ടില്ലേ? കഴിഞ്ഞ പാർലമെന്റ് കണ്ടില്ലേ? അതുപോലെ വരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാറി വരും. രണ്ട് ടേൺ ഭരിച്ചു. ഇവരൊന്നും പിച്ചെടുത്ത് കൊടുക്കല്ലോ. ഒരു ടേൺ ഭരിക്കട്ടെ. അവരുടെ പിച്ചച്ചട്ടിയൊക്കെ ഒന്ന് നിലനിർത്തി. അല്ല ശരി. അല്ല, അവര് അന്ന് ഈ 2 ടേൺ ഭരിച്ചു. LDF ഭരിച്ചപ്പോ ഈ കോൺഗ്രസ്സുകാർക്കൊന്നും വരുമാനമില്ല. ഈ MLA-മാരുടെ ഇതൊക്കെയല്ലേ അവർ ഉപയോഗിക്കട്ടെ. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ അതൊക്കെ വെച്ച് ഒരു കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവർ ഒരു ടേൺ ഭരിക്കുമ്പോ അവർക്ക് കഞ്ഞി കുടിക്കണ്ടേ എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ ദേവികുളത്ത് രാജൻ വരും. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതപ്പോ ഞാൻ പറയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയല്ലേ അത്. ഞാൻ LDF തന്നെയാ. ഞാൻ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇന്നും ഒരു വോട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും എന്റെ അഭിപ്രായം LDF ആണ്. ഈ പെൻഷനും കാര്യങ്ങളൊക്കെ കൂട്ടി തരണോ, കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, 2500 ആകും. അപ്പൊ LDF പറഞ്ഞു. നേരത്തെ കിട്ടുന്ന പോലെ അല്ല ഇപ്പൊ എല്ലാം നല്ല സാധനങ്ങൾ സമയത്തിന് കിട്ടുന്നുണ്ട്. വൃത്തിയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ചെള്ളും പുഴുവൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട്. നേരത്തെ സമയത്ത് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ എല്ലാ സമയത്ത് കിട്ടുന്നുണ്ട്.